ഇതെന്തോന്ന് കളിയാ പരമോണ്ണ? ഇതോ വലിയ ഭരതനാട്യം. അവളെന്താ ഇങ്ങനെ? ഇതൊരുമാതിരി വലിയ രസം. നീ കാണണം. Stop it, Julie. Get me one more drink. എങ്ങനെയുണ്ട് മോളെ റൂമൊക്കെ? ഇഷ്ടപ്പെട്ടോ? Why can't you have a refreshing bath? You look so tired. എണ്ണയൊക്കെ തേച്ചൊന്നും കുളിക്കാതെ. റൂമിൽ വെള്ളമില്ല സാർ, പൈപ്പ് പൊട്ടിക്കിടക്കുക. I see. That is very bad. നാളെ തന്നെ ശരിയാക്കാം. I am so sorry എന്റെ പൊന്നു മോളെ. മോളൊരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ പോയി കുളിച്ചോളൂ. പരമസുഖമാ. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, പച്ചവെള്ളത്തിന് പച്ചവെള്ളം. മോളെ, നിനക്ക് 2 ദിവസത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. ഭൈമി മോള് വന്ന സന്തോഷത്തിന്. ചെല്ലും മോളെ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഇത്രയും വലിയ മുതലാളി എന്നൊരു ഭാവം കൂടിയില്ല അല്ലേ? അതെ അതെ. സന്ധ്യ മയങ്ങിയാ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി ഏതാന്നൊരു നോട്ടവേ ഇല്ല. പിന്നൊരു കാര്യം, അയാൾ സ്നേഹ കൂടുതലുകൊണ്ട് വല്ലതും ചെയ്തെന്ന് വെച്ചേ നീ ഒരുമാതിരി മറ്റേ ഷാപ്പിൽ സ്വഭാവം കാണിച്ചേക്കരുത്, മനസ്സിലായി? ചെല്ലി കുളിച്ചിട്ടോ. എന്നും രാത്രി കുളിക്കാറുണ്ട്. പനി വരും. ഇവിടെ ഭയങ്കര തണുപ്പാ. മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. എന്താണ് വായിക്കാറ്? നോവൽ, കഥയും വായിക്കും. ആരുടെ? മുട്ടത്ത് വർക്കി, കാനം. അയ്യോ, അതൊക്കെ മലയാളമല്ലേ, ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ? ഷേക്സ്പിയറിന്റെ? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ കഷ്ടം. ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത്. സാരമില്ല, ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഷേക്സ്പിയറിന്റെ കിങ് ലിയർ ആവും. എന്താ? താൻ എന്റെ വയറ്റി തടിച്ചല്ലോ മിസ്റ്റർ പരമു. ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ? ഞാനിവിടെ ഉള്ളപ്പോ ജൂലി മോളുടെ വയറ്റത്തെ ഏതവനെ അടിക്കാൻ പറ്റുന്നേ? ഞാൻ നല്ല 4-5 മലയാളം കഥ പറഞ്ഞു കേൾപ്പിച്ചുതരാം. പരമോണ്ണ, പരമോണ്ണ, എഴുന്നേക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? അല്ല പരമോണ്ണ, എന്റെ കെട്ടിയവനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഓ, ഒരു പതിവ്രത. ആ നാറി നിന്നെ നക്കാപ്പിച്ച കാശിനല്ലേടി വിറ്റത്. ഇതൊന്നുമല്ലല്ലോ ഒരു നിലയിലെങ്കിലും എത്താവല്ലോ. അല്ല, സായിപ്പൊന്നും തന്നില്ലേ? അങ്ങനല്ലല്ലോ പതിവ്. കാണിയുടെ കൊച്ചേ, എനിക്ക് കമ്മീഷൻ ഒന്നും തരണ്ട. കൊള്ളാം കൊള്ളാം. ഇതാണ് കിങ് ലിയർ. ഷേക്സ്പിയറുടെ കഥകൾ ഇനിയും ഉണ്ട്. ഇതാണ് മാക്ബത്ത്. ഇത് ഒഥല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. പിന്നെ കാര്യമൊക്കെ കൊള്ളാം. ഇംഗ്ലീഷ് കഥകളെ കേൾക്കൂ എന്ന് വാശി പിടിക്കരുത്. മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട്. ചെമ്മീൻ, ഏണിപ്പടികൾ, ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പോയി കുളിച്ചിട്ടോ.